Hello Makkals, welcome back to Salad Learning. It's me Shribhama SB. മക്കളി പരീക്ഷയായില്ലേ, പരീക്ഷക്കാലാണ്. ഡിസംബർ ആവാനായി. ദിവസം പറയുമ്പോഴേക്കാണ് തീർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അടിപൊളിയായിട്ട് പഠിക്കുക, സെറ്റായിട്ട് പഠിക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നത്. ഏത് ചാപ്റ്ററിലാണ് ടോപ്പിക് എന്ന് മിസ് പറഞ്ഞുതരാം. ഹ്യൂമൻ ബോഡി വണ്ടർ, ഡൈജഷൻ ആൻഡ് റെസ്പിറേഷൻ അല്ലേ, മനുഷ്യ ശരീരം ഒരു വിസ്മയം എന്ന് പറയുന്നതിൽ ദഹനത്തെ പറ്റിയിട്ടും അതുപോലെ ശ്വസനത്തെ പറ്റിയൊക്കെ പഠിക്കുന്ന അടിപൊളിയായിട്ടുള്ള ചാപ്റ്റർ. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എപ്പോഴും എക്സാമിന് ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു പോർഷനാണ് മിസ്സിന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ നമുക്ക് നോക്കാം ഏതാണെന്ന്. അപ്പൊ അതിനു മുമ്പ് എല്ലാവരും ഒന്ന് ചിരിച്ചേ. എല്ലാവരും കമന്റ് ബോക്സിൽ മിസ്സിനെ ഇത് കാണുന്നതിനോടൊപ്പം ഒരു ചിരി പാസാക്കി. ഭയങ്കര രസമല്ലേ നിങ്ങൾ ഇതിന്റെ ചിരി കാണാൻ വേണ്ടിയിട്ട് അല്ലേ. ഒരാൾ ഏറ്റവും ഐഡന്റിഫൈ ചെയ്യാളുടെ സ്മൈലിലാണ്. ഭയങ്കര രസമുള്ള ക്യൂട്ട് സ്മൈലാണെങ്കിൽ പറയും അയ്യോ എന്ത് രസം ആ കുട്ടി ചിരിക്കുന്നത് കാണാൻ, നമ്മൾ പറയാറില്ലേ. അപ്പൊ സ്മൈൽ എന്ന് പറഞ്ഞൊരു ബ്യൂട്ടിയാണ്. നന്നായിട്ട് ചിരിക്കാൻ പറ്റുക പറഞ്ഞതൊരു ഭയങ്കര ഗിഫ്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ ബിക്കോസ് ഓഫ് യുവർ സ്മൈൽ യു മേക്ക് ലൈഫ് മോർ ബ്യൂട്ടിഫുൾ അല്ലേ. നിങ്ങളുടെ ലൈഫ് കൂടുതൽ ബ്യൂട്ടിഫുൾ ആവും നിങ്ങൾ അടിപൊളിയായിട്ട് ചിരിച്ചു കഴിഞ്ഞാൽ. പല പ്രശ്നങ്ങളും നമുക്ക് ചിരിച്ച് തള്ളാൻ പറ്റുന്ന പറയാം. ചിലതൊക്കെ നമുക്ക് ഭയങ്കര വിഷമങ്ങൾ ഉണ്ടാക്കിയെങ്കിൽ പോലും ഒരു ചെറിയ ചിരിച്ചാൽ തീരുന്ന പല പ്രശ്നങ്ങളും ഉണ്ട് ഇല്ലേ. അപ്പൊ സ്മൈൽ എന്ന് പറയുന്നത് ഒരു ഗിഫ്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുപോലെ നല്ലൊരു ചിരി പാസ്സാക്കുക എന്നുള്ളതും ഭയങ്കര, എപ്പോഴും സ്മൈൽ ചെയ്തിരിക്കുക എന്നുള്ളതും ഭയങ്കര ഒരു ഭാഗ്യമുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചിരിക്കുമ്പോൾ നല്ല ഭംഗി കിട്ടണമെങ്കിൽ എന്ത് വേണം? പല്ല് വേണം. നല്ല ഭംഗിയുള്ള പല്ലുണ്ടെങ്കിലാണ് നല്ല ഭംഗിയുള്ള ചിരി എന്ന് പറയാം അല്ലേ. അപ്പൊ ടീത്തിനെ പറ്റി നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു കാര്യമുണ്ട് ഇതിനകത്ത്. എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, മിസ് പറഞ്ഞുതരാം. റെഡി. അപ്പൊ നമ്മുടെ പല്ലുകള് ഇപ്പോഴുള്ള പല്ല് ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ അറിയില്ലേ. നമ്മുടെ എന്ത് തരത്തിലുള്ള പല്ലാണ്? സ്ഥിരദന്തങ്ങളാണ്, പെർമനന്റ് ടീത്ത് ആണ് അല്ലെ. അപ്പൊ നിങ്ങളുടെ ഒരു ചെറിയൊരു പ്രായത്തില് കുട്ടിയാവുന്ന സമയത്ത് നിങ്ങളുടെ വന്ന പല്ലൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ടാവും. ആ പല്ല് പാൽപ്പല്ല് എന്നാണ് പറയുക. പിന്നെ നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം, കൊഴിഞ്ഞു പോയതിനു ശേഷം പിന്നെ നമുക്കുള്ള പല്ലാണ് സ്ഥിരദന്തം അല്ലെങ്കിൽ പെർമനന്റ് ടീത്ത്. ഇത് പോയാൽ തിരിച്ചു കിട്ടൂലേ. ഇപ്പൊ മിസ്സിന്റെ പല്ലൊക്കെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ പോയതാ, അവിടെ കരഞ്ഞിരിക്കുക എന്നല്ലാണ്ട് വേറൊരു പരിപാടിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ഥിരദന്തങ്ങൾ എത്ര എണ്ണം ഉണ്ട്, അതുപോലെ എങ്ങനെയൊക്കെയാണ് അതിന്റെ ക്രമീകരണം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്നറിയോ? മോളാർ ഉണ്ട്, ചർവണകം ഉണ്ട്, അഗ്രചർവണകം പ്രീമോളാർ ഉണ്ട്, കോമ്പല്ല് കനാൻ ഉണ്ട്, ഉളിപ്പല്ല് ഇൻസിസർ ഉണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ നോർമലി ഉള്ള ടൈപ്പുകൾ എന്ന് പറയുന്നത്. ഉളിപ്പല്ല എന്ന് പറയുമ്പോൾ ഫ്രണ്ടിലൊക്കെ നമ്മൾ കാണുന്ന, ഇൻസിസർ എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗം, ഈ ഫ്രണ്ടിലത്തെ നിരയിൽ കാണില്ലേടാ താഴെയും ബാക്കിലും, അതാണ് ഏത് ഇൻസിസർ എന്ന് പറയുന്നത്. ഇതിന് തൊട്ടപ്പുറത്ത് എന്റെ പല്ല് ഞാൻ കാണിക്കാറില്ല. ഞാൻ ഇങ്ങനെയൊക്കെ നിങ്ങളെ പറയാറുണ്ടെങ്കിലും ഞാൻ അധികം ഫോട്ടോയിലൊന്നും ചിരിക്കില്ലേ. നേരിട്ടൊക്കെ ചിരിക്കും, പക്ഷെ ഫോട്ടോ ചിരിക്കില്ല. കാര്യം എന്താണെന്നറിയോ? എന്നെ ഇവിടെ കണ്ടോ 2 പല്ല് യക്ഷിപ്പല്ല് പോലെ. എനിക്ക് ഭയങ്കര ഇതായിരുന്നു. ഞാൻ അങ്ങനെ പറയും എന്താ എന്റെ യക്ഷിപ്പല്ല് പോലെ, പക്ഷെ എല്ലാവരും പറയും നാച്ചുറലി കിട്ടിയതല്ലേ രസമാണെന്നൊക്കെ പറയും. നിങ്ങൾ പറ രസം ഉണ്ടോ ഇല്ലേ എന്തെങ്കിലും ആവട്ടെ. അപ്പൊ ഈ പല്ല് ഉണ്ടോ നിങ്ങൾ, ഈ നീളമുള്ള പല്ല് ഉണ്ടോ, ഇതാണ് ആക്ച്വലി എന്റെ യക്ഷിപ്പല്ലാണ് ശരിക്കും ഈ പറഞ്ഞ കോമ്പല്ല് അല്ലെങ്കിൽ കനാൻ എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ ഏറ്റവും അപ്പുറത്തായിട്ടാണ് പ്രീമോളാർ അഗ്രചർവണകം, ഏറ്റവും അറ്റത്തായിട്ട് കാണുന്നതാണ് ചർവണകം എന്ന് പറയുന്നത്. ഇത് എന്തൊക്കെയാണ് ഇതിന്റെ ഫങ്ഷൻസ് എന്നും കൂടെ നമുക്ക് നോക്കാം. ആദ്യം ഇൻസിസർ. 8 ഇൻസിസർ ഇൻ ഫ്രണ്ട് ആൻഡ്, ഈ ഫ്രണ്ടിലും താഴെയായിട്ട് 4 വീതം 8 എണ്ണമാണ് ടോട്ടൽ ഉള്ളത് കേട്ടോ. ഫ്രണ്ടിൽ 4 എണ്ണം, ഇവിടുത്തെ 4 എണ്ണം. അതെന്തിനാണ്? ബൈറ്റ് ആൻഡ് ടിയർ ചെയ്യാൻ വേണ്ടി, ബൈറ്റ് ആൻഡ് ടിയറിങ്ങിന് വേണ്ടി, അല്ലെങ്കിൽ കടിച്ചു മുറിക്കാൻ വേണ്ടി അല്ലേ, ആഹാര വസ്തുക്കളെ കടിച്ചു മുറിക്കാൻ വേണ്ടിയിട്ടാണ് അത് സഹായിക്കുന്നത്. നമ്മുടെ സാധനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ക്ഷമയൊന്നുമില്ലല്ലോ, നമ്മൾ എന്ത് ചെയ്യും? അല്ലേ, ആ കടിച്ചു മുറിക്കുന്നത്. പിന്നെ കോമ്പല്ല എന്ന് പറയുമ്പോൾ കനാൻ എന്ന് പറയുന്ന സമയത്ത് ആഹാരങ്ങൾ കടിച്ച് കീറാൻ വേണ്ടിയിട്ട്. ഒരു ചിക്കൻ 65 കിട്ടിയ, ചിക്കൻ ബ്രോസ്റ്റഡ് ചിക്കൻ കിട്ടിയെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെ പിടിച്ച് ഈ ഒരു സൈഡ് പിടിച്ചിട്ട് ഒറ്റ കടിച്ച് കീറലാണ് അല്ലെ. അപ്പൊ അങ്ങനെ അതിന് വേണ്ടിയിട്ടാ, അല്ലെങ്കിൽ എന്താ പറയുക, ടിയർ ആൻഡ് കട്ട് ഫുഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കനാൻ എന്ന് പറയുന്നത്. അത് എത്രയുണ്ട്? 4 എണ്ണമാണ് ടോട്ടൽ ഉള്ളത് കേട്ടോ. മുകളിലും താഴെയായിട്ട് 2 പല്ല് വീതം, ഇവിടുത്തെ 2 കൂട്ടി കഴിഞ്ഞാൽ 4 എണ്ണം ടോട്ടലായി. പിന്നെ അഗ്രചർവണകമാണ്, പ്രീമോളാർ ആണ്. അത് ച്യൂ ആൻഡ് ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളിങ്ങനെ ചവയ്ക്കാൻ വേണ്ടിയിട്ട്. ഈ ചവയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എവിടെയാ ചവയ്ക്കുക? ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഇങ്ങനെ ചവയ്ക്കാറില്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗം ഉള്ളത്. അത് 8 എണ്ണമാണ് ടോട്ടൽ ഉള്ളത് കേട്ടോ. ടോട്ടൽ 4 പല്ല് വീതമായിട്ട് 8 എണ്ണമാണ് ഉള്ളത്. ബാക്കി കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഈ മോണയുടെ ഭാഗം ഈ ഒരു അറ്റത്തോട്ട് വരികയാണെങ്കിൽ അതാണ് ചർവണകം അല്ലെങ്കിൽ മോളാർ എന്ന് പറയുന്നത്. അതും ഈ പറഞ്ഞ പോലെ ചവച്ചരയ്ക്കാൻ വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്, ച്യൂ ആൻഡ് ഗ്രൈൻഡിന് അല്ലേ. നമ്മൾ കടിച്ച് കാര്യങ്ങളൊക്കെ കീറി മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടേക്കാ കൊടുക്കുക. ചവച്ചോ പറഞ്ഞിട്ട് ഈ ഭാഗത്തേക്കല്ലേ വെക്കുക. അത് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. അതാണ് മോളാറ്. അത് 12 മോളാർ ടീത്ത്, 12 എണ്ണമാണ് ടോട്ടൽ ഉള്ളത്. 6 വീതമായിട്ട് 12 എണ്ണമാണ് ടോട്ടൽ ഉള്ളത്. റെഡി അല്ലേടാ? ഇങ്ങനെയാണ് നമ്മുടെ പല്ലിന്റെ കിടപ്പുവശം. അപ്പൊ നിങ്ങളുടെ പല്ലുകൾ നോക്കുക, നിങ്ങൾ സ്മൈൽ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പൊ നമ്മുടെ 7ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടിയിട്ട് ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അവഞ്ചേഴ്സ് ബാച്ച് ഉള്ളത്.
നമ്മുടെ ബാച്ചിനെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? കുറേ മക്കള് ഇപ്പോഴും സ്റ്റിൽ ചോദിക്കുന്നുണ്ട് നമ്മുടെ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാൻ പറ്റുമോന്ന്. യെസ്, ഇപ്പോഴും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അടിപൊളിയായിട്ട് ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സും അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ഇനി നിങ്ങൾക്ക് ചെയ്യേണ്ടതും അതാണ്, പ്രാക്ടീസ് ചെയ്യുക അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അടക്കം നമ്മുടെ ബാച്ചിൽ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ മക്കളും കറക്റ്റായിട്ട് ജോയിൻ ചെയ്താൽ മാത്രം മതി. അപ്പോൾ എല്ലാ മക്കളും സെറ്റായിട്ട് നമ്മുടെ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യുക, അടിപൊളിയായിട്ട് വരിക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നമ്പർ അവിടെ തന്നിട്ടുണ്ട്, 9954008000. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. അപ്പോൾ വിളിച്ച് ചോദിക്കുക, സെറ്റ് ആക്കാം. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമുക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ മിസ് വരാം. അപ്പോൾ അതുവരേക്കും ബൈ, സീ യു ഡിയേഴ്സ്, ബൈ.